നമ്മുടെ ഹെയർ ഭയങ്കര സ്ലോ ആയിട്ട് വളരുക അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഉണ്ടാവുക. എത്ര ഡാൻഡ്രഫിന് വേണ്ടി നമ്മൾ എന്തൊക്കെ റെമഡീസ് ചെയ്തിട്ട് നമുക്ക് ഡാൻഡ്രഫ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടി പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ഹെയർ റിപ്പയറിംഗ് പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല. അങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ പാർട്ട് എന്ന് പറഞ്ഞത്. അതായത് ഇതിന് ഒരു റീസൺ ഉണ്ട്. ആ റീസൺ എന്താണെന്നും അതിനുള്ള പരിഹാരങ്ങളും നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് നോക്കാം. നമ്മുടെ ഹെയർ ഗ്രോത്ത് എപ്പിസോഡിന്റെ പാർട്ട് 5 ആണ് ഇന്ന്. ഡാൻഡ്രഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കാൽപ്പ് ഭയങ്കര ഇച്ചിങ് ആവുന്ന രീതിക്ക് ഡാൻഡ്രഫ് ഉണ്ടാവും ചില സമയത്ത്. അത് ഡാൻഡ്രഫിന്റെ ഒരു ഭയങ്കര സിവിയർ ആയിട്ടുള്ള സ്റ്റേജ് ആയി നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഭയങ്കരമായിട്ട് ഫ്ലേക്സ് നമ്മളുടെ ടീഷർട്ടുകളിലൊക്കെ കാണുക, അല്ലെങ്കിൽ ആ ഒരു ചൊറിച്ചിലില്ല നമുക്ക് ഭയങ്കര അസഹനീയമായിരിക്കും. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിങ്കിന്റെ ഒരു അംശം അതിൽ പ്രോപ്പർ ആയിട്ട് ഉണ്ടാവില്ല എന്നായിരിക്കും. പക്ഷെ നമുക്ക് ഇതൊന്നും ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നിങ്ങൾ സ്വയം ഡോക്ടർ ആവരുത്. ഓക്കെ, ഇതൊക്കെ ഇന്നായിട്ട് പഠിച്ചിറങ്ങിയിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സോ അവരുടെ കൺസൾട്ടൻസി കാരണം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർ ട്രീറ്റ്മെന്റിലേക്ക് നിങ്ങൾ പോകേണ്ടത്. ഇതിനു മുൻപ് നമ്മൾ 4 വീഡിയോസ് 4 പാർട്ടുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പ്രോട്ടീൻ, വൈറ്റമിൻസ് ആൻഡ് അയൺ ആൻഡ് ബയോട്ടിൻ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണാം. ഓക്കെ, ഹായ്, ഇറ്റ്സ് മീ അപർണ. വെൽക്കം ബാക്ക് ടു ആപ്സ് ക്ലൗഡ്. നമ്മുടെ ഹെയറിന് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു മിനറൽ ഉണ്ട്. അത് ഏതാ നിങ്ങൾക്ക് അറിയാമോ? അത് സിങ്ക് ആണ്. നമ്മുടെ ഹെയറിലെ ഫോളിക്കിൾസ് റിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൽ ഒരു ഓയിൽ ഗ്ലാൻഡ് ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഹെയർ റിപ്പയറിംഗിന് വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു മിനറൽ ആണ് സിങ്ക് എന്ന് പറയുന്നത്. സോ സിങ്കിന്റെ അഭാവം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഡാൻഡ്രഫിന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നമ്മളിപ്പം പറയുന്ന പ്രോട്ടീൻ വൈറ്റമിൻസ് ഒക്കെ എത്ര എടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഹെയർ ഗ്രോത്തിന്റെ അളവ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 21 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 3 മാസം കൊണ്ടോ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. ബിക്കോസ് സിങ്ക് അവിടെ കുറവാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സിങ്കിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഇന്നത്തെ പാട്ടിൽ മെയിൻലി സിങ്ക് പറയാൻ വേണ്ടിയുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മെസ്സേജസ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. സോ ഡാൻഡ്രഫിന് ഏറ്റവും കൂടുതൽ വില്ലനാവുന്ന ഒരു ഘടകമാണ് സിങ്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സിങ്കിനെ കുറിച്ച് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. നമുക്ക് പുതിയ ഹെയർ വരാൻ വേണ്ടിയിട്ടും ഹെയർ ഗ്രോത്തിന്റെ ഒരു ഫ്ലോ സ്പീഡ് ആക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ ഹെയർ റിപ്പയറിംഗിന് വേണ്ടിയിട്ടും ഹെയർ ബ്രേക്കേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഡാൻഡ്രഫിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത്രയും പാർട്ട് ചെയ്യുന്ന ഒരാളാണ് സിങ്ക്. സോ സിങ്ക് ഡെഫിഷ്യൻസി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിനും അത് നല്ല വൃത്തിക്ക് എഫക്ട് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പക്ഷേ ഞാൻ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ബയോട്ടിൻ പറഞ്ഞതുപോലെ തന്നെ സിങ്ക് ഡെഫിഷ്യൻസി വളരെ റയർ ആണ്. അപ്പം ഈ ഡാൻഡ്രഫ് ഉള്ള എല്ലാവർക്കും സിങ്ക് ഡെഫിഷ്യൻസി ആണ് നിങ്ങളായിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഉറപ്പിക്കരുത്. നിങ്ങൾക്ക് ഭയങ്കര രീതിക്ക് ഞാൻ പറഞ്ഞത് ഡാൻഡ്രഫിന്റെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡാൻഡ്രഫ് നമ്മളെ കയ്യിൽ നിൽക്കുന്നില്ല, അത് ഭയങ്കര സിവിയർ സ്റ്റേജ് ആയി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുക. അതല്ലാണ്ട് ഒരുപാട് ഷാമ്പുകൾ അല്ലെങ്കിൽ ഒരുപാട് റെമഡീസ് പരീക്ഷിച്ചിട്ട് അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആകാൻ വേണ്ടി നിങ്ങൾ നിൽക്കരുത്. സിങ്കിന്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ സിങ്കിന്റെ അളവ് കുറവ് കാണപ്പെടുന്നത് കൂടുതലായിട്ട് ജങ്ക് ഫുഡ് കഴിക്കുന്നവർക്ക്, അല്ലെങ്കിൽ നല്ല രീതിക്ക് സ്ട്രെസ് എടുക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഉറക്കം കംപ്ലീറ്റ് ആവാത്തത്. അതായത് ഒരു 7 അവേഴ്സ് അല്ലെങ്കിൽ 6 അവേഴ്സ്, മിനിമം 6 അവേഴ്സ് നമ്മൾ ഉറങ്ങണം. അതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റാത്തവർക്ക്, അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഫുഡിലേക്കൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഹെയർ പ്രൊഡക്റ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഹെയർ ഗ്രോ ചെയ്യാം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് ഒരു പ്രോപ്പർ ആയിട്ട് ഡയറ്റ് കീപ്പ് ചെയ്യാത്തവർക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് സിങ്ക് ഡെഫിഷ്യൻസി കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇതൊരു കോമൺ മിസ്റ്റേക്ക് ആണ് കേട്ടോ. അതായത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം നമ്മളുടെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊരു കോമൺ മിസ്റ്റേക്ക് ആണ്. ഈ ഒരു കോമൺ മിസ്റ്റേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ട പല ഘടകങ്ങളും എന്ത് ചെയ്യണം, പ്രോപ്പർ അളവിൽ നമുക്ക് എത്തത്തില്ല. അതുപോലെ തന്നെ ഇപ്പൊ സിങ്കിന്റെ അളവ് കുറവാണെന്ന് നിങ്ങൾ തോന്നുന്ന ആൾക്കാർക്ക് കാണപ്പെടുന്ന ചെറിയ സിംറ്റംസ് ഉണ്ട്. അതായത് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങളായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ഷീണം അല്ലെങ്കിൽ ചെറുതായിട്ട് പനി വരിക അല്ലെങ്കിൽ തലവേദന. അത് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് എന്തെങ്കിലും അസുഖം വന്നുകൊണ്ടിരിക്കും. ഒരു മന്ത്ലി ഒരു നാലാഴ്ച ഉണ്ടെങ്കിൽ അത് ഓരോ ആഴ്ചയും ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കാൽപ്പിൽ ഭയങ്കര ഇച്ചിങ് ഫീൽ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും, പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് വളരെ സ്ലോ ആയിട്ട് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് സിങ്ക് ഡെഫിഷ്യന്റ് ആണ് എന്ന് സംശയിക്കേണ്ടത്. ഓക്കെ, അതിനൊരു സിംറ്റംസ് ആണിത്. പക്ഷെ ഈ സിംറ്റംസ് ഉള്ള എല്ലാവർക്കും സിങ്ക് ഡെഫിഷ്യൻസി ആണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തരുത്. പക്ഷെ ഇതൊക്കെയാണ് അതിന്റെ ഒരു ചെറിയ ചെറിയ കോമൺ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സിംറ്റംസ്. നമുക്കിനി സിങ്ക് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന സോഴ്സസ് എന്താന്ന് നോക്കാം. അതായത് നമുക്ക് എങ്ങനെയാണ് സിങ്കിന്റെ ഇൻടേക്ക് റെഗുലർ ആയിട്ട് എടുത്തിട്ട് നമ്മളുടെ ശരീരത്തിലുള്ള ഈ പ്രോബ്ലംസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റാൻ നോക്കാം. അതായത് നമ്മൾ പറയുന്ന ഈ പംകിൻ സീഡ്സ് ഒക്കെ അല്ലേ, പംകിൻ സീഡ്സിലൊക്കെ നല്ല റിച്ച് ആയിട്ട് സിങ്കിന്റെ അളവുണ്ട്. നമ്മളുടെ എല്ലാ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ നട്ട്സിനും സീഡ്സിനും അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസിനും ഒക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അതിലുള്ള ഒരു ഇത് തന്നെയാണ് നമ്മുടെ പംകിൻ സീഡ്സ്. നമ്മുടെ ബയോട്ടിൻ ആണെങ്കിലും വൈറ്റമിൻസിനാണെങ്കിലും പംകിൻ സീഡ്സ് ഇമ്പോർട്ടന്റ് ആണ്. സോ നിങ്ങൾ അവിടെ അത് ഇൻടേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്താണ് ഈ പറയില്ലേ, ചീര നനഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വളമാന്ന് പറഞ്ഞാൽ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സിങ്കിന്റെയും അത് അളവ് ഈക്വൽ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. പിന്നുള്ളത് സിനമൻ സീഡ്സ്. സിനമൻ സീഡ്സും പിന്നെ നമ്മുടെ മുട്ട, നട്ട്സ്, ഇതെല്ലാം സിങ്കിന്റെ നല്ല റിച്ച് സോഴ്സസ് ആണ്. പക്ഷെ നമ്മുടെ പല വീഡിയോകളിലും നമ്മൾ ഈ പാർട്ട് 1 പാർട്ട് 2 നമ്മൾ ഓൾറെഡി ഈ ഒരു ഫുഡുകൾ കഴിക്കണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ നിങ്ങൾ ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്താണ്, നിങ്ങൾക്ക് ഒരു ഹെൽത്തി ബോഡി പ്ലസ്
നിങ്ങളുടെ സ്കിൻ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ ആണെങ്കിലും അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഹെൽത്തി ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. വിത്തൗട്ട് യൂസിങ് എ എക്സ്പെൻസീവ് ഓയിൽ അല്ലെങ്കിൽ എക്സ്പെൻസീവ് സിറം, എക്സ്പെൻസീവ് ഷാമ്പു ഒക്കെ ഒഴിവാക്കിയിട്ട് നോർമൽ മിനിമൽ കെമിക്കൽ ഉള്ള ഷാമ്പു യൂസ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മുടി പക്കയായി സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കാരണം നിങ്ങൾ എന്ത് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്തി ഡയറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തേണ്ട എല്ലാ സാധനങ്ങളുടെ അളവ് നിങ്ങൾ ഈക്വൽ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഫുഡിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, ജസ്റ്റ് ഒരു ഷൈനിങ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്കാൽപ്പിലുള്ള ഒരു അഴുക്ക് കളയാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്ക് ഈ ഷാമ്പൂനും അല്ലെങ്കിൽ സിറത്തിനൊക്കെ ആശ്രയിച്ചാൽ മതി. ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഒരു ഇതിന്റെയൊക്കെ നിങ്ങളിപ്പം അല്ലെങ്കിൽ കിഡ്നി കട്ട് ഇഷ്യൂസ് അല്ലെങ്കിൽ ഷുഗർ അങ്ങനത്തെ എന്തിന്റെങ്കിലും ടാബ്ലറ്റ്സ് കഴിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡെർമറ്റോളജിസ്റ്റിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ ഒക്കെ ചോദിച്ചിട്ട് മാത്രമേ ഈ പറയുന്ന പംകിൻ സീഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിലും എന്താണെങ്കിലും ഒക്കെ നിങ്ങൾ കഴിക്കാൻ വേണ്ടി പാടുള്ളൂ. കാരണം നിങ്ങളുടെ ഡയറ്റ് ചാർട്ട് എന്താണ് നിങ്ങളുടെ കൺസൾട്ട് ചെയ്ത ഡോക്ടറിനാണ് അറിയാം. ഓക്കെ, അപ്പം അതിന്റെ ഇടയിൽ കയറിയിട്ട് നിങ്ങൾ സിങ്കിന് വേണ്ടിയിട്ട് പ്രോട്ടീന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ വേറെ ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി ഉള്ള നിങ്ങളുടെ പ്രോബ്ലത്തിനെ അത് ട്രിഗർ ചെയ്യപ്പെടുമോ നമുക്കറിയില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം ഇതെല്ലാം ഫോളോ ചെയ്യുക. സിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഒരു ഓവർനൈറ്റിൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോംവഴി ആയിട്ടല്ല നിങ്ങൾ കാണേണ്ടത്. പക്ഷെ നിങ്ങളുടെ ഹെയർ ഗ്രോ ചെയ്യാനുള്ള ഒരു പെർഫെക്റ്റ് അറ്റ്മോസ്ഫിയർ, പെർഫെക്റ്റ് ആയിട്ട് ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിങ്കിന് സാധിക്കും. സോ ഞാൻ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കീപ്പ് ചെയ്യുന്ന ഡയറ്റ് ചാർട്ട് ഉണ്ട് എന്ന് നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട്, ഹെയർ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അത് ഇപ്പം എന്നോട് ചോദിക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുന്ന എല്ലാവർക്കും ഞാൻ ഒരു ഡയറ്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാകുന്നെന്ന് പറയുന്നതിൽ സന്തോഷം. ഇതുവരെ ഡയറ്റ് ചാർട്ട് കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ DM ചെയ്യുക. ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുക, DM ചെയ്യുക. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ID ഫസ്റ്റ് കമന്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കാം. ഒരുപാട് ഷാമ്പുകളൊന്നും യൂസ് ചെയ്തിട്ടും ഡാൻഡ്രഫിനൊന്നും മാറ്റം വരുന്നില്ല എന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ പരിചയത്തിലുണ്ടെങ്കിൽ അവരിലേക്ക് മാക്സിമം ഈ വീഡിയോ എത്തിക്കാൻ വേണ്ടി നോക്കുക. കാരണം അവരുടെ ശരീരത്തിൽ ചിലപ്പോൾ സിങ്കിന്റെ അളവ് കുറവുണ്ടാവാം. സോ അവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അല്ലെ. സോ നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ഹെയർ ഭയങ്കര ഷൈനി ആയിരിക്കാൻ വേണ്ടിയിട്ടും സ്കാൽപ്പ് സൂപ്പർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു ഘടകമുണ്ട്. അതെന്താണ് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.